കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി വടക്കഞ്ചേരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വടക്കഞ്ചേരി ഫെസ്റ്റിവൽ 2025 വെള്ളിയാഴ്ച തുടക്കമാകും. ദേശീയപാതയോരത്തെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പെട്രോൾ പമ്പിന് സമീപമാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതെന്ന് ഏകോപന സമിതി യൂണിറ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വെള്ളിയാഴ്ച വൈകുന്നേരം 6-ന് പി സുമോദ് MLA ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 31 വരെ നീണ്ടുനിൽക്കുന്ന ഫെസ്റ്റിവലിൽ എല്ലാ ദിവസവും വൈകുന്നേരം പ്രമുഖരുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും വൈവിധ്യമാർന്ന രുചികൾ അവതരിപ്പിക്കുന്ന ഫുഡ് കോർട്ടുമുണ്ടാവും. 120 പേർക്ക് ഇരിക്കാവുന്ന കൊളംബസ്, അമ്യൂസ്മെന്റ് പാർക്ക്, മരണക്കിണർ, ബ്രേക്ക് ഡാൻസ്, ഡ്രാഗൺ, സൈക്കിൾ യജ്ഞം എന്നിവയും ഫെസ്റ്റിവലിൽ ഉണ്ടായിരിക്കും. കർഷകർക്കും വ്യാപാരികൾക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും വിപണനം നടത്താനുമായി 60ഓളം സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട്. 100 രൂപയാണ് പ്രവേശന ഫീസ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 50 രൂപ നൽകിയാൽ മതി. 5 വയസ്സിന് താഴെയുള്ളവർക്ക് സൗജന്യമാണ്. വാർത്താസമ്മേളനത്തിൽ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് KM ജലീൽ, ജനറൽ സെക്രട്ടറി MT സിജു, ട്രഷറർ CS സിദ്ദിഖ് എന്നിവർ പങ്കെടുത്തു. ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള ഒരു കാർണിവൽ, അതായത് ഒരു വടക്കഞ്ചേരി ഫെസ്റ്റിവൽ എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാർണിവൽ ഇവിടെ നടക്കാൻ പോകുന്നു. ഈ വരുന്ന വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്, അതായത് മെയ് മാസം 16-ാം തീയതി 6 മണി മുതൽ ഇവിടെ പ്രവർത്തനം തുടങ്ങാൻ പോവുകയാണ്. ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആയിരിക്കും ഇവിടെ നടത്താൻ പോകുന്നത്. ഇത് വ്യാപാരി വ്യവസായി ഏകോപനം സംബന്ധിച്ചിടത്തോളം പല ടൗണുകളിലും ഇത്തരം ഫെസ്റ്റിവൽ നടക്കാറുണ്ട് എങ്കിലും വടക്കഞ്ചേരിയിൽ ഇത്തരത്തിലുള്ളൊരു ഫെസ്റ്റിവൽ ആദ്യമായിട്ടാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഈ ചെറുകിട വ്യാപാര മേഖല അന്യം നിന്ന് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നിലവിലുള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. കോർപ്പറേറ്റുകളുടെ കടന്നാക്രമണവും അതുപോലെ തന്നെ ഓൺലൈൻ പർച്ചേസുകളൊക്കെ കൂടിയതോടുകൂടി ചെറിയ കടകൾ വ്യാപാരം നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങൾ ഇന്ന് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.